നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരളത്തിലെ എല്ലാ സമുദായങ്ങളെയും പ്രീതിപ്പെടുത്തുവാൻ ഇടതു വലത് BJP മുന്നണി നേതാക്കൾ പാഞ്ഞു നടക്കുമ്പോഴും ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ പങ്കുവയ്ക്കലിലെ അനീതി സംബന്ധിച്ചും ലവ് ജിഹാദ് പോലുള്ള സാമൂഹിക വിഷയങ്ങളും ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ ഇന്ത്യയിൽ പലയിടത്തും ആക്രമണങ്ങളെക്കുറിച്ചും ക്രൈസ്തവർ ഉന്നയിക്കുന്ന ആശങ്കകളോട് എന്തേ നാടുഭരിക്കുന്ന BJPയും ഇരു മുന്നണികളും പുറം തിരിഞ്ഞു നിൽക്കുന്നു. കേരളത്തിലെ ക്രൈസ്തവ യുവതികളെ ലവ് ജിഹാദിൽ നിന്നും രക്ഷിക്കുവാൻ പറന്നുവന്ന BJPയുടെ അഖിലേന്ത്യാ വക്താവ് മീനാക്ഷി ലേഖി അവരുടെ പാർട്ടി ഭരിക്കുന്ന മധ്യപ്രദേശിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. എന്തേ മുഖ്യധാര പാർട്ടികൾ ഇത്തരം നിലപാട് എടുക്കുന്നു എന്നത് തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ക്രൈസ്തവർ സ്വയം ചോദിക്കേണ്ട അതിഗൗരവതരമായ ചോദ്യമാണ്. ക്രൈസ്തവർ ഒരിക്കലും വർഗീയമായി ചിന്തിക്കില്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് വർഗീയമായി തീരുമാനങ്ങൾ എടുക്കുകയും വർഗീയ പ്രീണനങ്ങൾ മറയില്ലാതെ തുടരുകയുമാണ് ഇരുമുന്നണികളും. ദൈവപിതാവിന്റെ ഹിതമനുസരിച്ച് സംഭവിച്ച കുരിശുമരണത്തിന് ഈശോ സ്വയം സമർപ്പിച്ചു എന്നത് സത്യമാണ്. പക്ഷേ മഹാപുരോഹിതരിൽ ഒരുവനായ ഹന്നാസിന്റെ വീട്ടിൽ വെച്ച് ഇങ്ങനെയാണോ പ്രധാന പുരോഹിതനോട് മറുപടി പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് തൻ്റെ കർണത്തടിച്ചവനോട് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ തെളിയിക്കുക, ശരിയാണ് പറഞ്ഞതെങ്കിൽ എന്നെ എന്തിന് നീ അടിക്കുന്നു എന്ന് ചോദിച്ച ഈശോ കാണിച്ചു തന്ന മാതൃക ക്രൈസ്തവർ ശരിക്കും ജീവിതത്തിൽ പകർത്തേണ്ട കാലം. ക്രൈസ്തവരോടും ക്രൈസ്തവ നേതാക്കളോടുമുള്ള മുഖ്യധാര പാർട്ടികളുടെ ഈ മനോഭാവം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അധികാരത്തിന്റെയും പദവിയുടെയും കാര്യം വരുമ്പോൾ ക്രൈസ്തവരെ അവഗണിക്കുന്ന സമീപനം പണ്ടേ ഇവർക്കെല്ലാം ഉണ്ടായിരുന്നു. 1957 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്നത് സഖാവ് TV തോമസ് ആയിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിജയത്തിലേക്ക് നയിച്ചത് തോമസ് ആയിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി കസേര വന്നപ്പോൾ അത് EMS നമ്പൂതിരിപ്പാടിനായി. അക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന MN ഗോവിന്ദൻ നായർ എന്ന മഹാമതേതരവാദിയുടെ വിപ്ലവമായിരുന്നു അത്. ആ ചതിയെ ഓർത്ത് പിൽക്കാലത്ത് MN പരസ്യമായി വിലപിച്ചിട്ടുണ്ട് എന്നതും ചരിത്രം. ബാലറ്റ് പേപ്പറിലൂടെ കേരളത്തിൽ അധികാരം പിടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമോചന സമരത്തിലൂടെ പുറത്താക്കുന്നതിന് നേതൃത്വം കൊടുത്ത പ്രതിപക്ഷ നേതാവ് PT ചാക്കോ ആയിരുന്നു. എന്നാൽ അതേ തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസ് മുന്നണി ആദ്യം PSP-കാരനായ പട്ടം താണുപിള്ളയെയും അദ്ദേഹം ഗവർണറായി പോയപ്പോൾ R ശങ്കറിനെയുമാണ് മുഖ്യമന്ത്രിയാക്കിയത്. ചാക്കോയെ മന്ത്രിസഭയിൽ നിന്നും അപമാനിച്ച് പുറത്താക്കുകയും ചെയ്തു. അക്കാലഘട്ടത്തിൽ കേരളത്തിലുടനീളം നടന്ന ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ ചാക്കോ ശക്തമായി പ്രതികരിക്കുകയും പ്രതിഷേധ സമരങ്ങളിൽ കൊടുങ്കാറ്റായി മാറുകയും ചെയ്തു. ഇക്കാര്യത്തിലും പാർട്ടി ചാക്കോയെ ശാസിച്ചു. ശങ്കർ തന്നെ ചാക്കോയുടെ വെല്ലുവിളികൾക്ക് മറുപടിയുമായി വന്നു. ചാക്കോയുടെ രാജിക്ക് വേണ്ടി കോൺഗ്രസുകാർ തന്നെ നിയമസഭയിൽ സത്യാഗ്രഹമിരുന്നു. ചാക്കോയ്ക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. രാഷ്ട്രീയത്തിലെ ആ തിരിച്ചടികൾ 40കളിലൂടെ കടന്നുപോയ ചാക്കോയുടെ ദാരുണ മരണത്തിലാണ് കലാശിച്ചത്. കോൺഗ്രസിന്റെ ആ ചതിക്കും അവഗണനയ്ക്കുമെതിരെ ഉയർന്ന വൈകാരിക മുന്നേറ്റമായിരുന്നു കേരള കോൺഗ്രസ്. 1964 ഒക്ടോബർ 9 മാത്രം പിറന്നു വീണ പാർട്ടി 1965 മാർച്ച് 4 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 123-ൽ 25 സീറ്റുകൾ നേടി നിരീക്ഷകരെ ആകെ ഞെട്ടിച്ച അത്ഭുത ശിശുവായിരുന്നു. ലക്ഷ്യബോധത്തോടെയും രാഷ്ട്രീയ വൈഭവത്തോടെയും മുന്നേറിയിരുന്നെങ്കിൽ കേരളത്തിൽ ഒറ്റയ്ക്ക് പോലുമോ അധികാരത്തിൽ എത്താനാകുമായിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു അത്. ദേശീയ പാർട്ടികൾക്ക് എടുക്കാനാവാത്ത പ്രാദേശിക നിലപാടുകൾ ശക്തമായി എടുക്കാൻ തുടക്കകാലത്ത് കേരള കോൺഗ്രസിനായിരുന്നു. സാമ്പത്തിക സംവരണം പോലുള്ള സാമൂഹിക ആവശ്യങ്ങളിലും കേരളത്തിന്റെ കർഷകന്റെയും കുടിയേറ്റക്കാരുടെയും വിഷയങ്ങളിലും കേരള സംസ്ഥാനത്തിന്റെ സവിശേഷമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുമുള്ള നല്ല മുദ്രാവാക്യങ്ങൾ അക്കാലത്ത് കേരള കോൺഗ്രസിനുണ്ടായിരുന്നു. സഭയെയും ക്രൈസ്തവരെയും തള്ളിപ്പറഞ്ഞാൽ മാത്രമേ മുഖ്യധാര രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ആകാനാവൂ എന്ന് കരുതിപ്പോയ കോൺഗ്രസിലെ യുവതലമുറ വരെ ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം എന്നൊക്കെ മുദ്രാവാക്യം മുഴക്കി തങ്ങളുടെ പാർട്ടി കൂറു തെളിയിച്ചിരുന്ന കാലത്ത് സഭയോടും വിശ്വാസത്തോടും ഒപ്പം നിൽക്കുന്നതിനുള്ള തൻ്റെ ഇടം കേരള കോൺഗ്രസ് കാണിച്ചു. അതോടെ ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ പാർട്ടിയുടെ സ്വാധീനം ഏറെ ശക്തമായി. ഇത് ചൂണ്ടിക്കാട്ടി കേരള കോൺഗ്രസിനെ ക്രൈസ്തവരുടെ പാർട്ടിയാക്കി എതിരാളികൾ.
കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളായ 15 MLA-മാരിൽ 8 പേരും ഹിന്ദുക്കളായിരുന്നു എന്നതെല്ലാം മറക്കപ്പെട്ടു. എങ്കിലും അവഗണിക്കാനാവാത്ത രാഷ്ട്രീയ സാന്നിധ്യമായി അവർ മാറി. ഒരിക്കൽ ക്രൈസ്തവ താൽപ്പര്യങ്ങളെ എല്ലാ പാർട്ടികളും തള്ളിപ്പറഞ്ഞപ്പോൾ അവർ സഭയ്ക്കൊപ്പം നിന്നു. ആയിരത്തി 1970-കളിലെ കേരള രാഷ്ട്രീയമാണ് ഈ രണ്ട് നിലപാടുകളുടെയും അവ ഉണ്ടാക്കിയ സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങളുടെയും സാക്ഷി. AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അന്ന് ഇടതുപക്ഷത്തേക്കാൾ വിപ്ലവകാരികളാവുവാൻ മത്സരിക്കുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരേക്കാൾ ആവേശത്തോടെ കോൺഗ്രസുകാർ സഭയ്ക്കും ന്യൂനപക്ഷ അവകാശങ്ങൾക്കുമെതിരെ സംസാരിച്ചു. അച്യുതമേനോൻ സർക്കാർ 1972-ൽ കേരളത്തിലെ സ്വകാര്യ കോളേജ് അധ്യാപകർക്ക് നേരിട്ട് ശമ്പളം കൊടുക്കുവാൻ തീരുമാനിച്ചു. അപ്പഴുതിലൂടെ സ്വകാര്യ കോളേജുകളുടെ ഭരണത്തിൽ കൈകടത്താൻ സർക്കാർ നീക്കം നടത്തി. കോൺഗ്രസ് നേതാവായ AK ആന്റണിയാണ് മുന്നിൽ നിന്നും പട നയിച്ചത്. മാനേജർമാർ എതിർത്തു. പതിവ് പോലെ SNDP സർക്കാരിന് ഒപ്പം നിന്നു. ക്രൈസ്തവരും NSSും ഒന്നിച്ചു നിന്നു. കേരള കോൺഗ്രസ് മാനേജ്മെന്റുകൾക്ക് ഒപ്പം നിന്നു. മാനേജർമാർ കോളേജുകൾ അടച്ചിട്ടു. പകരം ഷെഡ്യൂൾ കോളേജുകൾ തുറക്കുമെന്ന് ആന്റണി ഭീഷണിപ്പെടുത്തി. പക്ഷെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന ന്യൂനപക്ഷ അവകാശമുണ്ടായിരുന്നതുകൊണ്ട് സർക്കാരിന് വഴങ്ങേണ്ടി വന്നു. അക്കാലത്ത് ന്യൂനപക്ഷാവകാശങ്ങൾക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ആക്രോശങ്ങൾ ചരിത്ര താളുകളിലുണ്ട്. ന്യൂനപക്ഷ അവകാശം റദ്ദാക്കണമെന്ന് യൂത്തും ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസം സർക്കാർ മേഖലയിലാക്കുകയാണ് KSUവിന്റെ ലക്ഷ്യമെന്ന് 1970 ഏപ്രിൽ 15-ന് KSU സംസ്ഥാന പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. അതിനുവേണ്ടിയുള്ള അന്തരീക്ഷം ഒരുക്കലായിരുന്നു സുധീരന്റെ യത്നങ്ങൾ. കുട്ടിക്കാലത്തെ തമാശകളായി ഇന്ന് സുധീരൻ അവയെക്കുറിച്ച് കരുതുന്നുണ്ടാവാം. പക്ഷേ അതായിരുന്നു അന്നത്തെ നിലപാട്. 1972 ഫെബ്രുവരി 10-ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഉമ്മൻചാണ്ടി കൊച്ചിയിൽ പറഞ്ഞു, ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് നൽകപ്പെട്ടിരിക്കുന്ന അവകാശങ്ങൾ സാമൂഹിക വിദ്യാഭ്യാസ പുരോഗതിക്ക് തടസ്സമാണ്. സാമുദായിക സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന് 1972 മാർച്ച് 15-ന് ചേർന്ന കോൺഗ്രസിന്റെ സംസ്ഥാന നിർവാഹക സമിതി യോഗം തീരുമാനിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ മേഖല എന്തിനാണ് എന്ന് 1972 ഏപ്രിൽ 25-ന് KPCCയുടെ ജനറൽ സെക്രട്ടറി AK ആന്റണി ചോദിച്ചു. വിദ്യാഭ്യാസം ദേശസാൽക്കരിക്കണമെന്ന് 1972 ഏപ്രിൽ 27-ന് KPCCയുടെ കൊച്ചിയിൽ ചേർന്ന കാര്യനിർദ്ദേശക സമിതി ആവശ്യപ്പെട്ടു. കേരള സർവകലാശാല, സെനറ്റ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഭരണഘടനയിലെ ന്യൂനപക്ഷാവകാശങ്ങൾക്കുള്ള 30-ൽ 1-ാം വകുപ്പ് റദ്ദാക്കുവാൻ നടപടിയെടുക്കണമെന്ന് മാർച്ച് 9-ന് ആവശ്യപ്പെട്ടു. ഭരണഘടനയിലെ ന്യൂനപക്ഷാവകാശങ്ങൾ ഇല്ലാതാക്കുവാൻ ഞങ്ങൾ പ്രക്ഷോഭം ആരംഭിക്കുന്നതാണെന്ന് അക്കാലത്തെ KSU ജനറൽ സെക്രട്ടറി KC ജോസഫ് മെയ് 15-ന് തിരുവനന്തപുരത്ത് പറഞ്ഞു. പിൽക്കാലത്ത് നിയമസഭയിലേക്ക് കടക്കുവാൻ സുരക്ഷിതമായ താവളം തേടി ക്രൈസ്തവ കേന്ദ്രമായ ഇരിക്കൂറിന് പോയ കഥയും ജോസഫിനുണ്ട്. 1982 മുതൽ 2016 വരെ കോട്ടയംകാരനായ ജോസഫ് ആ കെയർ ഓഫിലാണ് നിയമസഭയിൽ എത്തിയത്. ഇപ്പോൾ ക്രൈസ്തവ കേന്ദ്രങ്ങളായ ചങ്ങനാശ്ശേരിയിലോ കാഞ്ഞിരപ്പള്ളിയിലോ അദ്ദേഹം ഇടം തേടുന്നതായാണ് വാർത്ത. ഭരണഘടന ഭേദഗതി ചെയ്താൽ മാത്രമേ ന്യൂനപക്ഷാവകാശം റദ്ദാക്കാനാവൂ എന്ന് യൂത്ത് കോൺഗ്രസുകാരെ ഉപദേശിച്ച ആഭ്യന്തരമന്ത്രി K കരുണാകരൻ ജൂൺ 16 കൊച്ചിയിൽ പറഞ്ഞു. എന്നാൽ ക്രൈസ്തവ നേതാക്കൾ വിട്ടില്ല. ബിഷപ്പുമാരും സ്വകാര്യ കോളേജ് മാനേജർമാരും കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കണമെന്ന് കോട്ടയത്ത് വെച്ച് കോൺഗ്രസ് മന്ത്രി പോൾ P മാണി ജൂൺ 18-ന് ഉപദേശിച്ചു. ഞങ്ങൾ പള്ളികൾക്ക് മുന്നിൽ സമരം ആരംഭിക്കുമെന്ന് KSU സെക്രട്ടറി ജോസ് താന്നിക്കൽ ജൂൺ 19-ന് തൃശൂരിൽ പറഞ്ഞു. കോളേജുകൾ ഏറ്റെടുക്കുവാൻ ഞങ്ങൾ നിയമനിർമ്മാണം നടത്തുമെന്നും കരുണാകരൻ ജൂൺ 21-ന് കൊച്ചിയിൽ പറഞ്ഞു. 2 ദശകമായി സഭയും NSSും കേരളത്തിലെ രാഷ്ട്രീയ കോട്ടകളായി പ്രവർത്തിക്കുന്നു. ഞങ്ങളത് തകർക്കും. KPCC അധ്യക്ഷൻ KK വിശ്വനാഥൻ ജൂൺ 24-ന് പാലക്കാട്ട് പറഞ്ഞു. കോളേജുകൾ ഏറ്റെടുക്കുവാൻ ഞങ്ങൾ ഓർഡിനൻസ് കൊണ്ടുവരും. KK വിശ്വനാഥൻ ജൂൺ 25-ന് കോഴിക്കോട് പറഞ്ഞു. ഇങ്ങനെ കോൺഗ്രസ് നേതാക്കൾ സഭയ്ക്കെതിരെ ഉറഞ്ഞു തുള്ളിയ കാലമായിരുന്നു അത്. കോൺഗ്രസിനൊപ്പം നിൽക്കുന്നവർ അനുഭവിക്കട്ടെ എന്ന മട്ടിലായി ഇടതുപക്ഷം. കമ്മ്യൂണിസ്റ്റുകാരേക്കാൾ ആവേശത്തോടെ രംഗത്ത് വന്ന കോൺഗ്രസിനെതിരെ ബിഷപ്പുമാർ വരെ സമരം നയിച്ചു. എറണാകുളത്ത് മാർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരയും തൃശൂരിൽ മാർ ജോസഫ് കുണ്ടുകുളവും പാലായിൽ മാർ സെബാസ്റ്റ്യൻ വയലിലും എല്ലാം തെരുവിലിറങ്ങി. എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു.
കാർഷിക മേഖലയിൽ CPM വിതച്ച ഭീകരതയെ നേരിടാനും കേരള കോൺഗ്രസ് തന്റേടം കാണിച്ചു. പാടത്തു പടിക്ക് വരമ്പത്തു കൂലി എന്ന സമീപനം അക്കാലത്ത് കേരള കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ടായിരുന്നു. ജോൺ ജേക്കബും MP മത്തായിയുമെല്ലാം കർഷകരെ നയിച്ചു. കേരള കോൺഗ്രസ് കർഷകരോടും സഭയോടും ഒപ്പം നിന്നു. ന്യൂനപക്ഷാവകാശങ്ങൾക്ക് വേണ്ടി നിന്നു. കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി. 1970 തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികൾക്കെതിരെ ഏതാണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ച് 14 സീറ്റ് നേടി. നിയമസഭയിൽ ന്യൂനപക്ഷാവകാശങ്ങൾക്ക് വേണ്ടി കൊടുങ്കാറ്റുയർത്തി. കാർഷിക അവകാശങ്ങൾക്ക് വേണ്ടി മുഖം നോക്കാതെ പോരാടി. വക്കം പുരുഷോത്തമൻ കൊണ്ടുവന്ന കർഷകദ്രോഹ ബില്ലിനെതിരെ നിയമസഭയിൽ ശക്തമായി പോരാടി. കർഷകർക്ക് വേണ്ടി കരയാൻ ഒരു പാർട്ടി മാത്രം എന്ന നിലയിലായി. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പോക്ക് ശരിയായ ദിശയിലല്ലെന്ന് പാർട്ടിയുടെ ദേശീയ നേതൃത്വം കണ്ടു. അവർ കേരള കോൺഗ്രസിനെയും ക്രൈസ്തവരെയും ഒപ്പം കൂട്ടാൻ നീക്കങ്ങളായി. ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് തിരസ്കൃതമായതും കേരള കോൺഗ്രസ് ശക്തമായതും യൂത്ത് നേതാക്കളുടെ ക്രൈസ്തവ വിരുദ്ധ സമീപനം കൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോഴേക്കും ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ മിക്കവാറും കേരള കോൺഗ്രസ് പിടിയുറപ്പിച്ചു. അവരെ പുറത്താക്കി ഓരോ സീറ്റ് തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് കരുക്കൾ നീക്കി. കേരള കോൺഗ്രസുമായി ചേർന്നുള്ള കൂട്ടുഭരണം അതിന് ചാലുകീറി. പഴയതെല്ലാം മറന്ന് കോൺഗ്രസ് നേതാക്കൾ മെത്രാസന മന്ദിരങ്ങൾ സന്ദർശിച്ചു തുടങ്ങി. ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുകയായി. കേരളത്തിലെ മന്ത്രിസഭകളിൽ ക്രൈസ്തവ മന്ത്രിമാർ ഉണ്ടാകുന്നതിൽ വർഗീയത കാണുന്ന രീതി മാറി. എന്തിന് AK ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കുമെങ്കിലും കേരളത്തിൽ മുഖ്യമന്ത്രിമാരാകാനായി. ചാക്കോയെ പോലെ കളി നയിച്ച ശേഷം ട്രോഫി ശങ്കറിന് കൊടുക്കേണ്ടി വന്നില്ല. കേരള കോൺഗ്രസിന്റെ സാന്നിധ്യം കേരള രാഷ്ട്രീയത്തിൽ ഗുണപരമായ വലിയ മാറ്റങ്ങളുണ്ടാക്കി. വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ മേഖലയുടെ സംഭാവന അംഗീകരിക്കപ്പെട്ടു. KM മാണിയെപ്പോലെ ഭാവനാസമ്പന്നനായ ധനമന്ത്രി കർഷകർക്ക് വേണ്ടി നിരവധി നല്ല കാര്യങ്ങൾ ചെയ്തു. കൃഷിക്കാർ കുത്തക പ്രഭുക്കന്മാരാണ് എന്ന മനോഭാവം മാറി. കൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ ഇടതു സർക്കാർ തന്നെ രംഗത്തു വന്നു. വിത്തിനും വളത്തിനും വെള്ളം വറ്റിക്കാനും സഹായമായി. കർഷകർക്ക് പെൻഷനായി. കർഷകർക്ക് തങ്ങൾക്കൊരു പാർട്ടി ഉണ്ടെന്ന ചിന്ത ഉണ്ടായി. 1967 EMS ഉണ്ടാക്കിയ ഇടതു മുന്നണി പിളർന്നുണ്ടായ കൂറുമുന്നണിയുടെ മന്ത്രിസഭ നിലവിൽ വരണമെങ്കിൽ കേരള കോൺഗ്രസ് പിന്തുണയും ഉണ്ടാകണം എന്ന് വന്നു. ഇന്ന് കേരള കോൺഗ്രസ് എന്തിന് എന്ന് ചോദിക്കുന്ന CPIയുടെ അന്നത്തെ നേതാക്കൾ കേരള കോൺഗ്രസിന്റെ പിന്തുണയ്ക്കായി കാത്തുകിടന്നു. 1969 അച്യുതമേനോന്റെ മന്ത്രിസഭ ഉണ്ടാകണമെങ്കിൽ കേരള കോൺഗ്രസ് പിന്തുണ കിട്ടിയേ മതിയാവൂ എന്നതായി നില. CPI നേതാക്കൾ KM ജോർജിനെ പലവട്ടം കണ്ടു. KM ജോർജ് മന്ത്രിയായി. പക്ഷേ പാലം കടന്നു കഴിയുമ്പോൾ കൂരായണ എന്ന സമീപനം അന്നും CPI കാണിച്ചു. 1970 തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിനെ ഒതുക്കാനായി TV തോമസ് മുന്നിൽ നിന്നും കരുക്കൾ നീക്കി. അത് മനസ്സിലായ കേരള കോൺഗ്രസ് തൻ്റെ ഇടത്തോടെ മുന്നണി വിട്ടു. ഒറ്റയ്ക്ക് നിന്നു, ഒന്നിച്ചു നിന്നു, പോരാടി ജയിച്ചു. ഇന്നത്തെ പോലെ കുറെ പേർ പാർട്ടി തീരുമാനത്തിന് എതിരായി മുന്നണിയോട് സഹകരിക്കുന്ന രീതി അന്നുണ്ടായിരുന്നില്ല. ബാർ കോഴക്കേസിൽ മാണി രാജിവെച്ചപ്പോൾ അടക്കം സംഭവിച്ചത് അതായിരുന്നു. ഒന്നിച്ചു നിന്ന് ഒറ്റയ്ക്ക് പോരാടിയ പാർട്ടി വൻ വിജയം നേടി. പ്രവർത്തകർ കൊടുത്ത ചില്ലിക്കാശുകൾ കൊണ്ട് പ്രചാരണം നടത്തി. ആയിരത്തി 1976 കേരള കോൺഗ്രസ് അധികാരയാത്രയുടെ ദിനങ്ങൾ ആരംഭിച്ചതോടെ പാർട്ടി ആദർശങ്ങളെക്കാൾ വ്യക്തികൾക്ക് ചുറ്റും തിരിയുന്ന പ്രസ്ഥാനമായി. വ്യക്തികളുടെ താൽപ്പര്യങ്ങളായി വലുത്. അത് നേടാൻ ആരെയും വെട്ടാൻ മടിയില്ലാത്തവരായി നടത്തിപ്പുകാർ. സാക്ഷാൽ KM ജോർജിനെ വെട്ടിയിട്ടു. മാണിയും ജോസഫും എല്ലാം വെട്ടുകിട്ടിയവരായി. വലിയ നേതാക്കൾ മാത്രമല്ല, ചെറിയ നേതാക്കളും നീക്കങ്ങൾ നടത്തിയത് സ്വന്തം കാര്യം മാത്രം നോക്കിയായി. കാര്യത്തിലും അങ്ങനെയായി. ആദ്യകാല ആദർശങ്ങളും നിലപാടുകളും മറന്നു. കൂറുമാറ്റത്തിലും തീരുമാനങ്ങളിലും എല്ലാം സ്വന്തം നേട്ടങ്ങൾ മാത്രം ലക്ഷ്യമായി. ചവിട്ടിക്കയറിയ പടികളും മറന്നു. ഉയർത്തിവിട്ടവരെയും സെലക്റ്റീവായി മറന്നു. മുന്നണിയിലെ പദവി ഉറപ്പിക്കാൻ വലിയ പാർട്ടിയുടെ നിലപാടുകളെ അംഗീകരിച്ചു. കുടിയേറ്റ കർഷകന്റെ മേൽ അശനിവാദം പോലെ വന്ന കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെക്കുറിച്ചും
ആഗോള കരാറുകളുടെ മറ പിടിച്ച് കേരളത്തിലെ കാർഷിക വിളകളുടെ വിലയിടിച്ച കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരിനെതിരെയും വാതുറക്കാൻ പോലും കഴിയാത്ത പാർട്ടി ദുർബലമായി. പാർട്ടി വളർത്താൻ ഏറെ ത്യാഗങ്ങൾ ചെയ്തവർ പുറത്താക്കപ്പെട്ടു, അല്ലെങ്കിൽ ഒതുക്കപ്പെട്ടു. അത്തരക്കാർ പാർട്ടിയിൽ തന്നെ നിന്ന് തിരിച്ചുവരവിന് ശ്രമിക്കാതെ പുതിയ പാർട്ടികൾ ഉണ്ടാക്കി നോക്കി. വ്യക്തികളോടുള്ള കൂറായി പാർട്ടിക്കാരുടെ ബലം. ഒരുപിടി നേതാക്കൾ നിഷ്ക്രിയരായി, പൊതുജീവിതം പോലും ഉപേക്ഷിച്ചു. തോമസ് കുതിരവട്ടത്തെ പോലുള്ളവർ സമുദായ കാര്യങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മാത്രം ശ്രദ്ധിക്കുന്നവരായി. ബാലകൃഷ്ണപിള്ളയുടെയും KM മാണിയുടെയും PJ ജോസഫിന്റെയും TM ജേക്കബിന്റെയും PC ജോർജിന്റെയും എല്ലാം ഗ്രൂപ്പുകൾ പാർട്ടികളായി. ക്രൈസ്തവരുടെ പ്രസ്ഥാനം എന്ന് നാട്ടുകാർ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും തൻ്റെയും കൂടെ നിൽക്കുന്നവരുടെയും താല്പര്യങ്ങളല്ലാതെ സമുദായ താല്പര്യങ്ങൾ നോക്കിയില്ല. അതെല്ലാം ലീഗ് നടത്തി. ന്യൂനപക്ഷാനുകൂല്യങ്ങളിൽ 80-20 അനുപാതത്തിൽ പങ്കിടപ്പെടുന്നത് ആരും അറിഞ്ഞില്ല, അല്ലെങ്കിൽ മൗനമായി കൂട്ടുനിന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ട വിഭവ സമാഹരണ പരാതികൾ മാത്രമല്ല, ക്രൈസ്തവർക്ക് അപമാനകരമായ ആക്ഷേപങ്ങൾ പല നേതാക്കൾക്കുമെതിരെ ഉയർന്നു. സ്ത്രീകളെ ആക്രമിച്ച പരാതികൾ പോലും വന്നു. അപമാനകരമായി ഭരണം വിടേണ്ടി വന്ന കേരളത്തിലെ മന്ത്രിമാരിൽ പലരും കേരള കോൺഗ്രസുകാരായി. കൂറുമാറ്റത്തിന് നിയമസഭയിലെ അംഗത്വം നഷ്ടപ്പെട്ട രണ്ടാളും അഴിമതി നടത്തിയവരെന്ന് കമ്മീഷൻ കണ്ടെത്തിയ ആദ്യത്തെ നേതാവും അഴിമതി കേസിൽ ജയിലിൽ കിടക്കേണ്ടി വന്ന നേതാവും കേരള കോൺഗ്രസുകാരായി. എല്ലാ ഗ്രൂപ്പിലും അപ്പന് ശേഷം മകൻ എന്ന മട്ടിലാണ് ഇന്ന് കാര്യങ്ങൾ. മക്കൾ രാഷ്ട്രീയമാണ് പാർട്ടിയിലെന്ന് പരിഹസിച്ച് പാർട്ടി വിട്ടവരെല്ലാം അവരുടെ പാർട്ടി മക്കൾക്കായി മാറ്റി. പാർട്ടികൾ നേതാവിൻ്റെ കുടുംബസ്വത്ത് പോലെയായി. എതിർ ഗ്രൂപ്പിൻ്റെ നേതാക്കളുടെയും അവരുടെ ഗ്രൂപ്പുകളുടെയും കുറ്റങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് തന്നെ അവർ ചെയ്തു. ഇവരെല്ലാം ഒരു ഗ്രൂപ്പ് വിട്ടപ്പോൾ ഇവിടെ നടക്കുന്ന നേതാവിൻ്റെ ഏകാധിപത്യത്തെക്കുറിച്ചായിരുന്നു സങ്കടം പറഞ്ഞിരുന്നത്. എല്ലായിടത്തും നേതാവും വിശ്വസ്തരും മാത്രമായി. മാണി ഗ്രൂപ്പിൽ തിരിച്ചെത്തിയ PJ ജോസഫിനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ പോലും പാർട്ടിയിൽ ഭൂരിപക്ഷത്തെ കൂടെ നിർത്താനായില്ല. അനിവാര്യമായി ഉണ്ടായ പിളർപ്പിൽ അദ്ദേഹത്തോട് ഒപ്പം നിന്ന പഴയ മാണി ഗ്രൂപ്പിലെ വിശ്വസ്തർ ഇപ്പോൾ വല്ലാത്ത അവസ്ഥയിലായി എന്നാണ് പണ്ട് മാണിയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റും ഹൈപ്പവർ കമ്മിറ്റി അംഗവുമായിരുന്ന വിക്ടർ T തോമസിൻ്റെതായി വന്ന പ്രതികരണം. അങ്ങനെ സംഭവിക്കാനാണ് എല്ലാ സാധ്യതയും. അതാണ് ചരിത്രവും. മാണിയെ വിട്ട് ഒരിക്കൽ ജോസഫിന് ഒപ്പം പോയ ലൂക്കോസിനെ പോലുള്ള മുതിർന്ന നേതാക്കൾക്ക് പോലുമുണ്ടായ ദുർഗതിയാണത്. സ്വന്തം ഗ്രൂപ്പ് വിട്ട് ഭാഗ്യാന്വേഷണത്തിന് തുനിഞ്ഞവരെല്ലാം പെരുവഴിയിലായി, രണ്ടിടത്തും വേണ്ടാത്ത മട്ടിലായി. ജോസഫ് വളരെ വാശി പിടിച്ച് മൂവാറ്റുപുഴ സീറ്റിനു വേണ്ടി ശ്രമിച്ചത് ജേക്കബ് ഗ്രൂപ്പിലെ ചെയർമാൻ സ്ഥാനം വിട്ട് തനിക്കൊപ്പം വന്ന ജോണി നെന്നൂരിന് വേണ്ടി ആയിരുന്നില്ല, ഫ്രാൻസിസ് ജോർജിന് വേണ്ടി ആയിരുന്നു എന്ന് അവർ തന്നെ പറഞ്ഞു. എല്ലാം സഹിച്ച് ഒരു ഗ്രൂപ്പിൽ തന്നെ നിന്നവരിൽ ജോസ് ടോമിനെ പോലെ ചിലർക്ക് അപൂർവമായ ഭാഗ്യം കൈവന്നു. 1980കളിൽ കേരള സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ജോസ് ടോം കൂട്ടുകാരെല്ലാം MLA-മാരായിട്ടും ജില്ലാ തലത്തിനപ്പുറം വളർന്നില്ല. അങ്ങനെ കേരളത്തിലെ പൊതുജീവിതത്തിൽ തിളങ്ങി നിൽക്കേണ്ടിയിരുന്ന ഒരു പിടി ക്രൈസ്തവ നേതാക്കൾ തിളക്കമില്ലാതെ പോയി. ഒരു ഗ്രൂപ്പിലും വേണ്ടാത്തവരും വന്ന ഗ്രൂപ്പിൽ വലിഞ്ഞു കയറിയവരുമായി ഓരോ നേതാവിനും ഒപ്പം നിന്നവർ എന്നും വിശ്വസ്തരായി നിന്ന് പദവികൾ നേടി. പോയി വന്നവർ രണ്ടാം തരക്കാരായി. PC തോമസിനെ പോലുള്ള നേതാക്കൾ വലിയ പരാജയമായി. ജോസഫ് ഗ്രൂപ്പിലെ സമർത്ഥനായ നേതാവായിരുന്ന അഡ്വക്കേറ്റ് നോബിൾ മാത്യു BJP-യിലെത്തി. എങ്കിലും ഇത്തരം അവഗണനകളുടെ മുന്നിൽ കൂട്ടായ വിലപേശലുള്ള സാധ്യതയും ആവശ്യവും ഏറെയാണ്. ഇന്നത്തെ ആരും സമുദായ താല്പര്യങ്ങൾക്കായി പരസ്യമായ നിലപാടെടുക്കില്ല. അതിന് ശക്തമായ നേതാക്കളും അണികളും സമുദായത്തിൻ്റെ ഐക്യവും ഉണ്ടാകണം. ഇല്ലെങ്കിൽ നിലവിളികൾ പോലും ആരും കേൾക്കാതെ പോകും. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോരുത്തരും വന്ന് മുഖസ്തുതികൾ പറയും, കാര്യം കാണും. അതിനർത്ഥം എല്ലാ ക്രൈസ്തവരും ഒരു പാർട്ടിയിൽ വരണമെന്നല്ല. അത് സംഭവിക്കില്ല. എല്ലാ മുസ്ലിമുകളും മുസ്ലിം ലീഗ് അല്ലല്ലോ. ജനനം കൊണ്ട് ക്രൈസ്തവരായി കണക്കാക്കപ്പെടുമ്പോഴും വിശ്വാസം കൊണ്ട് നിരീശ്വരർ പോലുമായിട്ടുള്ളവർ ക്രൈസ്തവ സമൂഹത്തിൽ കാണാം. പക്ഷേ വ്യക്തികൾക്ക് വേണ്ടിയല്ലാതെ ലക്ഷ്യങ്ങൾക്കായുള്ള പാർട്ടി ഉണ്ടാകണം. അത്തരം ലക്ഷ്യങ്ങളുള്ളവർ ഒന്നിക്കണം. കേരളത്തിൽ ഇത്തരമൊരു പ്രസ്ഥാനം ശക്തമായി ഉണ്ടായാൽ ദേശീയ തലത്തിൽ പോലും സ്വാധീനം ചെലുത്താനാവും.
വടക്കേ ഇന്ത്യയിലൊക്കെ നടക്കുന്ന ആക്രമണങ്ങളിൽ ശക്തമായ പ്രതിഷേധവും സഹായവും എത്തിക്കാനാവും. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുമായി നല്ല ബന്ധമുണ്ടാക്കിയാൽ അതുവഴി ഏറെ കാര്യങ്ങൾ ചെയ്യാനാവും. പണ്ട് കോൺഗ്രസുമായും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായി പല വിഷയങ്ങളും സംസാരിക്കുവാൻ സഭാ നേതൃത്വത്തിന് സാധിച്ചത് അവർ കേരളത്തിലെ ക്രൈസ്തവരുടെ ശക്തി മനസ്സിലാക്കിയത് കൊണ്ട് കൂടിയായിരുന്നു. എല്ലാം ദൈവശക്തി കൊണ്ട് നേടേണ്ടവരാണ് ക്രൈസ്തവർ. അതിനു വേണ്ടത് പ്രാർത്ഥനയാണ്. സമൂഹം ഇന്ന് കടന്നുപോകുന്ന ദുസ്ഥിതികൾ ഏറെ പേരുടെ തീക്ഷ്ണമായ പ്രാർത്ഥനാ വിഷയമായാൽ ബാക്കിയെല്ലാം സംഭവിക്കും. സത്യം. സീറ്റ് വിഭജനം പൂർത്തിയാക്കി കേരളത്തിലെ മുന്നണികൾ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് സജ്ജരാവുകയാണ്. സീറ്റ് വിഭജനം ഉണ്ടാക്കിയ മുറിവുകൾ എന്തു പ്രത്യാഘാതം ഉണ്ടാക്കും എന്നറിയാൻ മെയ് 2 വരെ കാത്തിരിക്കേണ്ടി വരും. കോൺഗ്രസുകാർ വളരെ കഷ്ടപ്പെട്ട് മാണി കേരള കോൺഗ്രസിനെ മുന്നണിയിൽ നിന്നും പുറത്താക്കിയെങ്കിലും അതിന് പ്രയോജനം ഉണ്ടാക്കാനായില്ല. മിക്കവാറും സീറ്റുകളെല്ലാം ജോസഫ് തന്നെ കൊണ്ടുപോയി. മാണിയെ വിട്ടതുകൊണ്ട് കാപ്പനും കൊടുക്കേണ്ടി വന്നു 2 സീറ്റ്. ഇനി അവരെല്ലാം ജയിപ്പിച്ച് മന്ത്രിമാരാക്കാനുള്ള ബാധ്യതയും കോൺഗ്രസിനായി. കാലുവാരി തോൽപ്പിച്ചാൽ ഭരണം നഷ്ടപ്പെടും. ഒരിക്കൽ കൂടി ഭരണം നഷ്ടപ്പെട്ടാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി തന്നെ അപകടത്തിലാകും എന്ന കെ സുധാകരന്റെ വാക്കുകൾ കൃത്യമായ സൂചനയാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് കോൺഗ്രസ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഘടകകക്ഷികൾക്കെല്ലാം ഉള്ളറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇടതുമുന്നണിയിൽ അത്രയും ഉദാരമല്ല കാര്യങ്ങൾ. ഇക്കുറി പക്ഷേ സ്വന്തമായി വോട്ടുള്ള കക്ഷികളുടെ എണ്ണം അവിടെ കൂടുതലായിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇക്കുറി വിപ്ലവകരമായ തനിമ പുലർത്തി. 2 വട്ടം മത്സരിച്ച് ജയിച്ചവർ ഇക്കുറി മത്സരിക്കേണ്ടതില്ല എന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. നിയമം തുടർന്നാൽ 2026 പിണറായിക്കും മത്സരിക്കാനാവില്ല. അങ്ങനെ വന്നാൽ പിണറായിയുടെ അവസാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാകാനും ഇടയുണ്ട്. 75കാരനാണ് പിണറായി. 2026 80 വയസ്സാകും. ഇന്നത്തെ നിയമം അനുസരിച്ച് 2026 മത്സരിക്കാനാവില്ല. വീട്ടിലെ മൂത്ത കാർന്നോർക്കും എന്തുമാകാം എന്ന നിയമം അപ്പോൾ പ്രാബല്യത്തിലാകുമോ ആവോ? CPIയും 3 തവണ മത്സരിച്ചവരെ മാറ്റി നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സെക്രട്ടറി പദവിയിൽ 2ാം ഊഴം പോകുന്ന കാനത്തിന് പാർട്ടി നിയമം അനുസരിച്ച് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാനാവില്ല. ഇത്രയേറെ പ്രമുഖനാണെങ്കിലും ഇതുവരെ മന്ത്രിയാകാൻ സാധിക്കാത്തവനാണ് കാനം. കാനം ഇക്കുറിയും മത്സരിക്കില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. CPIയുടെ പല വൻ തോക്കുകളും മത്സരരംഗത്തു നിന്നും മാറി നിൽക്കുകയാണ്. ഈ തീരുമാനം തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ഇപ്പോൾ പറയാനാവില്ല. പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടുന്ന തീരുമാനമാണെങ്കിലും തെരഞ്ഞെടുപ്പ് വിജയത്തെ അത് അനുകൂലമായി ബാധിക്കണമെന്നില്ല. കണ്ടും കേട്ടും അറിയുന്നവനോട് ജനത്തിന് കൂടുതൽ താല്പര്യം കാണാൻ ഇടയുണ്ട്. ഇടതുപക്ഷത്ത് വ്യക്തികളെക്കാൾ വലുത് പാർട്ടി ആയതുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ മാറ്റം ഏറെ പ്രത്യാഘാതം ഉണ്ടാക്കണമെന്നില്ല. എങ്കിലും ഇടതുമുന്നണി അധികാരത്തിലെത്തിയാൽ തോമസ് ഐസക്കിനെ പോലുള്ളവരുടെ അഭാവം വല്ലാതെ അനുഭവപ്പെടും, പ്രത്യേകിച്ചും ധനകാര്യ വകുപ്പിൽ. ആലപ്പുഴയിലെ സഖാക്കൾ പാർട്ടിയുടെ തീരുമാനത്തിൽ അസ്വസ്ഥരാണ് എന്നാണ് വാർത്ത. CPIയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നാലേ അവർ കാണിക്കുന്ന വിപ്ലവത്തിന്റെ പ്രത്യാഘാതം മനസ്സിലാകൂ. NCPയിൽ ശശീന്ദ്രനെതിരെ പടയൊരുക്കമുണ്ട്. എങ്കിലും അദ്ദേഹം തന്നെ കടന്നു വരുമെന്നാണ് സൂചന. കോൺഗ്രസ് എസിന് സീറ്റുണ്ടെങ്കിൽ കടന്നപ്പള്ളി വരും. എന്നാൽ INL വലിയ കളിക്ക് ശ്രമിക്കുന്നതായും അതുകൊണ്ട് അവർക്കായി നീക്കിവച്ചിരിക്കുന്ന സീറ്റ് കിട്ടാതെ വന്നേക്കും എന്നും കഥയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം വെച്ച് കോഴിക്കോട് സൗത്തിൽ ലീഗ് പോലും മണത്ത പരാജയം ലീഗിന് വിജയമാക്കുന്ന മട്ടാണ് INL ദേശീയ നേതൃത്വം കളിക്കുന്നതെന്നാണ് പ്രചാരണം. കേരള കോൺഗ്രസ് മാണിയിൽ ജോസ് കെ മാണി അടക്കം പാതിയോളം പുതുമുഖങ്ങൾ വരികയാണ്. ജനാധിപത്യ മുന്നണിയിലും പുതുമുഖങ്ങൾ ധാരാളമുണ്ടാവും. കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടും 4 തവണ മത്സരിച്ചവർക്ക് വീണ്ടും സീറ്റ് കൊടുക്കുവാനാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഗോദായിലെ പ്രമുഖ കളിക്കാരാകേണ്ട KC ജോസഫും VD സതീശനും MP അനിൽകുമാറും തിരുവഞ്ചൂരുമൊക്കെ പുറത്താകുമായിരുന്നു. ഇവരിൽ പലരെയും മാറ്റിയാൽ അവരുടെ മണ്ഡലവും പോകുന്നു എന്നതാവും സ്ഥിതിയെന്ന് സംസ്ഥാന നേതാക്കൾക്കറിയാം. ഇപ്പോഴത്തെ MLA-മാർക്കെല്ലാം സീറ്റ് കൊടുത്ത ശേഷം ബാക്കി സീറ്റിലാണ് പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടുക. 2 തവണ തോറ്റവർക്ക് ഇക്കുറി സീറ്റില്ല എന്നതാണ് കോൺഗ്രസ് എടുത്ത സുപ്രധാന തീരുമാനം. ലീഗും ഏറെ പുതുമുഖങ്ങളെ രംഗത്തിറക്കുന്നുണ്ട്. ജോസഫിന്റെ പാർട്ടിയിലും പുതുമുഖങ്ങൾ വരും.
കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തെരഞ്ഞെടുപ്പ് കളികൾ ആരംഭിച്ച മട്ടാണ്. ഒരു വർഷത്തോളമായി അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്പീക്കറുടെയും ഒക്കെ പേരുകൾ വന്നിരിക്കുകയാണ്. അത് പ്രതീക്ഷിച്ചതുമാണ്. ഒരു വർഷത്തോളമായി കസ്റ്റഡിയിലുള്ള പ്രതികളെ കൊണ്ട് പുതിയ സത്യവാങ്മൂലങ്ങൾ മേടിക്കുന്നു എന്ന ആക്ഷേപം പ്രതിപക്ഷം പോലും കണ്ണടച്ച് സംശയിക്കില്ല. ഈ കേസുകളെല്ലാം സർക്കാരിനോട് ആഭിമുഖ്യം കൂട്ടുമെന്നും BJP വിരുദ്ധരെല്ലാം ഇടതുപക്ഷത്താകുമെന്നും കോൺഗ്രസ് ന്യായമായും ഭയപ്പെടുന്നു. കോൺസുൽ ജനറൽ എന്ന് പറഞ്ഞ് സ്വപ്ന വാങ്ങിച്ച ഐഫോൺ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനിയുടെ കൈവശമാണ് എന്നെല്ലാം കസ്റ്റംസ് പറയുന്നു. അല്ലെന്ന് വിനോദിനിയും പറയുന്നു. കസ്റ്റംസിനേക്കാൾ വിനോദിനിയെ വിശ്വസിച്ചു പോവുകയാണ് ജനം. അല്ലെങ്കിൽ എന്തേ ഇത്രയൊക്കെ വെളിപ്പെടുത്താൻ? കസ്റ്റംസുകാർ പറയുന്നത് നുണയാണെങ്കിൽ BJPക്ക് വലിയ തിരിച്ചടിയാവും. ആ ആക്ഷേപം കസ്റ്റംസിന്റെ കടമ്പകൾ BJPക്കാവും ബാലികേറ മലയുണ്ടാക്കുക. കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനുള്ള ED ഇപ്പോൾ നടത്തുന്ന നീക്കത്തെയും കേരളത്തിലെ സാധാരണക്കാർ വിശ്വസിക്കില്ല. അവർ ചെയ്തത് അഥവാ തെറ്റാണെങ്കിൽ കൂടി മനഃപൂർവ്വം പീഡിപ്പിക്കുന്നു എന്ന ചിന്തയാണ് ശക്തമാകുന്നത്. കേരളത്തിൽ ഇത്തരം കളികൾ അപകടമാവും ഉണ്ടാക്കുക. ഉമ്മൻചാണ്ടിക്കെതിരായ പരാതി CBIക്ക് വിട്ട പിണറായിക്കറിയാം ജനമെല്ലാം കൈകാര്യം ചെയ്യുമെന്ന്. തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ വൻ ചൂടിലേക്ക് കേരളം കടക്കുകയാണ്. ഒപ്പം കോവിഡ് പ്രചാരണവും ചൂടുപിടിക്കല്ലേ എന്നാണ് ജനത്തിന്റെ പ്രാർത്ഥന. ഷിലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.